തുടരും മൂവി കണ്ടിട്ടുള്ള വരവാണ്. തരുൺ മൂർത്തിയുടെ ഡയറക്ഷൻ, ലാലേട്ടനും ശോഭന ചേച്ചിയും തകർത്ത് അഭിനയിച്ചേക്കുന്ന ഒരു മൂവി. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ പഴയ ലാലേട്ടനില്ലേ, ആ പഴയ ലാലേട്ടൻ്റെ കുറച്ച് നല്ല നല്ല ഇമോഷൻസ് ഉള്ള ഒരു കിടിലൻ മൂവി. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ്റെ പഴയ കുറേ ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ, ശരിക്കും നമ്മൾ ഈ 90s 80s കിഡ്സിനൊക്കെ ഉള്ളൊരു ഇമോഷൻ ഉണ്ടല്ലോ അങ്ങേരോട്, അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പഴയ ലാലേട്ടൻ്റെ കുറച്ച് ഫോട്ടോസ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു ഇമോഷനുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് സിനിമ പോകെ പോകെ നമുക്കൊരു ഫസ്റ്റ് ഹാഫ് വരെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവി അല്ലെങ്കിൽ ഒരു ഫാമിലി സ്റ്റോറിയുടെ ഒരു ലെവലിലാണ് പോകുന്നത്. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് പടത്തിൻ്റെ ഇമോഷൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു ഫീലെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് മാസ് കാണിച്ചിട്ട്, ലൈക്ക് ഇപ്പോൾ എമ്പുരാനിലൊക്കെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ വരുന്ന ഓരോ സീനിലും മാസ് കാണിക്കാൻ വേണ്ടി കാണിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പടം എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടെങ്കിലും എല്ലാ സീനിലും ഇങ്ങനെ മാസ് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷേ ഇതിലങ്ങനെയല്ല. ഈ പടത്തിന് ആവശ്യമുള്ള രീതിയിലുള്ള മാസ് കാണിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതും ഇതിൻ്റെ സ്റ്റോറിയുടെ ഒരു സപ്പോർട്ടെന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും നല്ലൊരു സ്റ്റോറി. ആ ഒരു സ്റ്റോറി നമ്മളെ പിടിച്ചിരുത്തും. തിയേറ്ററിലാണെങ്കിൽ കയ്യടിയോട് കയ്യടിയായിരുന്നു. ലാലേട്ടൻ്റെ ഓരോ ഇമോഷനും നമുക്ക്, എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങളായിട്ട് ലാലേട്ടൻ്റെ ഇങ്ങനത്തെ മൂവീസ് കാണാൻ വേണ്ടി എല്ലാവരും കൊതിക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന നേര് മാത്രമാണ് എനിക്ക് കുറച്ചൊക്കെ ആ ഒരു ഇമോഷനിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റുമെന്ന് തോന്നിയ ഒരു പടമായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷെ അതിന് ശേഷം പല സിനിമകൾ വന്നും പോയി, ചിലതൊക്കെ നമ്മൾ വിചാരിച്ചത്ര ഒരു വിജയം കൊയ്തൊന്നുമില്ല. എങ്കിൽ കൂടി ലാലേട്ടൻ പടങ്ങൾ പൊതുവെ ഒരു ക്രൗഡ് പുള്ളിങ് ആയിട്ടുള്ളൊരു മൂവീസ് തന്നെയാണ്. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതിൽ വലിയൊരു ബിൽഡപ്പ് ഉണ്ടായിരുന്നില്ല, വലിയൊരു എന്താ പറയുക, ഒരു അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, അധികം ബഹളമൊന്നും ഇല്ലാതെ വന്നൊരു പടം. പക്ഷേ സിനിമ ഫസ്റ്റ് ഡേയിൽ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പടത്തിൻ്റെ ഓരോ സീനും പോകെ പോകെ തിയേറ്ററിൽ കയ്യടിയും ബഹളവും ഒക്കെ ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കണ്ണ് നിറഞ്ഞത് പടത്തിൻ്റെ കഥ, ആ ഒരു കാര്യങ്ങൾ മാത്രമല്ല. ലാസ്റ്റ് നമുക്ക് തോന്നിയൊരു ഫീലുണ്ടല്ലോ, പഴയ ലാലേട്ടൻ, നമ്മുടെയൊക്കെ ചെറുപ്പകാലം ബ്യൂട്ടിഫുള്ളാക്കിയ നമ്മുടെ പഴയ ലാലേട്ടൻ, ആ ലാലേട്ടൻ തിരിച്ചു വന്നേക്കുന്നു. എൻ്റെ ദൈവമേ, എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്നറിയോ. എക്സൈറ്റ്മെൻറ്റ് മാത്രമല്ല, കണ്ണ് നിറഞ്ഞുപോയി. ലാസ്റ്റ് സിനിമ കഴിഞ്ഞിട്ടും നമ്മളെല്ലാവരും അവിടെ തന്നെ ഇരിക്കുവാണ്. ആ തിയേറ്ററിലുള്ള ആളുകൾ ആരും എഴുന്നേറ്റ് പോകുന്നില്ല. ലാസ്റ്റ് ഇങ്ങനെ ഒരു ലാലേട്ടനെ ഇങ്ങനെ നടന്നു പോകുന്നൊരു സീനാണ്. ഒരു രക്ഷയില്ല. നമ്മൾ ശരിക്കും ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനില്ല. യെസ്, ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു. ലാലേട്ടൻ തിരിച്ചു വന്നതെന്ന് പറയാം, നമ്മുടെ പഴയ ലാലേട്ടൻ തിരിച്ചു വന്നേക്കുന്നു. ആ ഒരു ഫീലാണ് പടത്തിനുണ്ടായിരുന്നത്. ശരിക്കും എൻജോയ് ചെയ്തു. ശരിക്കും ലാലേട്ടൻ്റെ ഒരു ഫാൻ ബോയ് ആയ തരുൺ മൂർത്തി, നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ട ഒരു ലാലേട്ടനില്ലേ, ആ ലാലേട്ടനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ പടത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ലാലേട്ടനെ തന്നെയാണ് നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റുന്നത്. ശരിക്കും ഹാപ്പി ആയിട്ട് നമുക്ക് പടം കണ്ട് ആ ഒരു ലാലേട്ടനെ കണ്ട് സാറ്റിസ്ഫൈ ആയിട്ട് ഇറങ്ങാൻ പറ്റും പടം കഴിയുമ്പോൾ. അതുമാത്രമല്ല, ശോഭന ചേച്ചിയുടെ ക്യാരക്ടറാണേലും സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ട 2 കഥാപാത്രങ്ങളാണ് നമ്മുടെ പ്രകാശ് വർമ്മ എന്ന ആളുടെയും പുതിയൊരു നടനാണ്, അതേപോലെ തന്നെ ബിനു പപ്പുവിൻ്റെയും ക്യാരക്ടർ എന്ന് പറയുന്നത്. എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസാണ് ഇവർ രണ്ടുപേരും. ഞാൻ പടത്തിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, പക്ഷേ ഈ 2 കഥാപാത്രങ്ങൾ നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. വലിയൊരു ബിൽഡപ്പൊക്കെ കൊടുത്ത് നമ്മൾ കോടികൾ കൊയ്യുന്ന സിനിമകളുണ്ടാവും അല്ലേ. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ വലിയൊരു ബിൽഡപ്പേ ഉണ്ടായിരുന്നില്ല. മോഹൻലാൽ ശോഭന ഒന്നിക്കുന്ന ലാലേട്ടൻ്റെ 360ാമത്തെ പടമായ, അതേപോലെ ശോഭന ചേച്ചിയുമായിട്ടൊത്തുള്ള 56ാമത്തെ മൂവിയായ തുടരും എന്ന സിനിമ എന്നുള്ളൊരു ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ബിൽഡപ്പ് മാത്രമേ നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ.
പക്ഷേ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് നമുക്ക് തരുന്നത്. മെയിനായിട്ടും നല്ല രീതിയിലുള്ള ഇമോഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട് സിനിമയിലൂടെ. ആ ഒരു ഇമോഷൻസിലൂടെ നമ്മളെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇൻ്റർവെല്ല് വരെ നല്ലൊരു ഫാമിലി മൂവിയുടെ സെറ്റപ്പിലാണ് പടം പോകുന്നത്. ഇൻ്റർവെല്ലിന് ശേഷമാണ് കഥ മാറുന്നത്. ഇതിൽ ഓരോ കഥാപാത്രങ്ങളും അവരുടെ റോളുകൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മണിയം വെള്ളച്ചേട്ടനുണ്ട്, പിന്നെ ഇർഷാദ് അലി ഉണ്ട്, ഫർഹാൻ ഖാൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഇതിലുണ്ട്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലാലേട്ടൻ ശോഭന അവരുടെ ആ ഒരു കോംബോയും, പിന്നെ നമ്മുടെ പ്രകാശ് വർമ്മയും അതേപോലെ തന്നെ ബിനു പപ്പുവിൻ്റെ കഥാപാത്രങ്ങളും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വെറും ഒരു മാസ് പടം അല്ല, നമുക്ക് കണ്ടിരിക്കാവുന്ന, കുടുംബമായിട്ട് പോയി ആസ്വദിക്കാവുന്ന, നമ്മുടെ പഴയ ലാലേട്ടനെ കാണാൻ പറ്റുന്ന ഒരു കിടിലം മൂവിയാണ്. പടം എന്തായാലും സൂപ്പർ ഹിറ്റാവും. അപ്പോൾ കൂടുതൽ അതിൻ്റെ പല കാര്യങ്ങളും എനിക്ക് എക്സൈറ്റഡ് ആയി പറയണമെന്നുണ്ട്, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തത്. എന്തായാലും തരുൺ മൂർത്തി സൂപ്പർ, താങ്ക് യു സോ മച്ച്. ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടി ഈ മൂവിയിലൂടെ, അല്ലെങ്കിൽ ആ ഒരു ഫീലും കാര്യങ്ങളും എല്ലാം തിരിച്ചു കിട്ടി. തിയേറ്ററിലൊക്കെ നിറഞ്ഞ കയ്യടിയായിരുന്നു ഓരോ സീൻ വരുമ്പോഴും. എല്ലാവരും ഇമോഷണലായിട്ട് തന്നെയാണ് പടം കാണുന്നതും എൻജോയ് ചെയ്തതും എല്ലാം. അപ്പോൾ മൂവി കാണുക, എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടണം കേട്ടോ. താങ്ക് യു.